അധികാര കേന്ദ്രങ്ങളുടെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കില്ലെന്ന നിലപാടിൽ NSS. മുഖ്യമന്ത്രിയുടെ വാദത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ സുകുമാരൻ നായർ. മന്നം സമാധിയെ വിവാദത്തിലേക്ക് തള്ളിവിട്ട BJP നേതാക്കളെയും വെറുതെ വിട്ടില്ല. വിമർശനം ഉന്നയിച്ചവർക്ക് മുൻപിൽ NSS ആസ്ഥാനം സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു BJPക്കുള്ള സുകുമാരൻ നായരുടെ മറുപടി. NSSന്റെ ഔദ്യോഗിക കാര്യത്തിനാണ് മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ചയ്ക്ക് സുകുമാരൻ നായർ അനുമതി തേടിയത്. ഇതിന്റെ പേരിൽ സുകുമാരൻ നായർ തന്നെ കാണാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചെന്ന് വരുത്തി തീർക്കാനായിരുന്നു സതീശന്റെ പരിശ്രമം. മുഖ്യമന്ത്രിയുടെ ഈ വാദത്തെയാണ് സുകുമാരൻ നായർ പൊളിച്ചെടുക്കിയത്. ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് എന്ന് ചോദിക്കുകയോ അതിനുള്ള സമയം അനുവദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്നത്തെ ഈ സംഭാഷണത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരാഴ്ചയെന്ന് തോന്നുന്നു, ഒരാഴ്ചയല്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു. അതും ഈ പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരം വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറയാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചുമില്ല, ഒന്നും പറഞ്ഞുമില്ല. അതൊരു ഗവൺമെൻറ്റും NSSും തമ്മിലുള്ള ഒരു ഫയല് എന്നെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത്. അത് സെക്രട്ടേറിയറ്റിൽ വെച്ച് ആ ഫയൽ ഉണ്ടാവുകയുള്ളൂ, സെക്രട്ടേറിയറ്റിലേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവിടെ കാണുകയുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അനുവാദം ചോദിച്ചത് എന്ന് ഞാൻ ഈ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു. അതിനുശേഷം യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഈ ആദ്യം വിളിച്ചതല്ലാതെ ഈ രണ്ടാമത് പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല, ഒന്നും വിളിച്ചിട്ടില്ല. മന്നം സമാധിയെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ച BJP നേതാക്കളെയും സുകുമാരൻ നായർ വെറുതെ വിട്ടില്ല. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ താല്പര്യത്തെ അദ്ദേഹം തുറന്നു കാണിച്ചു. അല്ല, അദ്ദേഹം അതിനേക്കാൾ എളുപ്പം അദ്ദേഹത്തിന് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇദ്ദേഹം കൂടെ ഉള്ളതാണല്ലോ. അവിടെ ഒന്ന് പോയി ശുദ്ധീകരിച്ചേച്ച് വരട്ടെ. ജനിച്ച പിന്നെ NSS കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താൻ അയാൾ കയറുന്നത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നൽകിയില്ലെന്നായിരുന്നു ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെയും മുൻ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസിന്റെയും പരാതി. എന്നാൽ ഇരുവരും മുൻപ് NSS ആസ്ഥാനത്തെത്തിയ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു സുകുമാരൻ നായർ ഇതിനുള്ള മറുപടി നൽകിയത്. 2 നേതാക്കളും സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ഇരുവരെയും ജനറൽ സെക്രട്ടറി നേരിട്ടെത്തി സ്വീകരിച്ച് യാത്രയാക്കുന്നതും ചിത്രങ്ങളിലുണ്ട്. അധികാരമുപയോഗിച്ച് തന്നെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നാണ് സുകുമാരൻ നായരുടെ നിലപാട്. ഏത് അന്വേഷണ ഏജൻസി വന്നാലും തനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് NSS ജനറൽ സെക്രട്ടറി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.